ശാന്തി 20/5/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സ്വയം തന്നോട് ചോദിക്കൂ, ഞാൻ എത്ര സമയം ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു? ദേഹി അഭിമാനി സ്ഥിതി എത്ര സമയം നിലനിൽക്കുന്നുണ്ട്? ചോദ്യം: ബാബയുടെ ഏതൊരു ഡയറക്ഷൻ ഭാഗ്യശാലികളായ കുട്ടികൾ തന്നെയാണ് പാലിക്കുന്നത്? ഉത്തരം: ബാബയുടെ ഡയറക്ഷനാണ് മധുരമായ കുട്ടികളെ, ആത്മാഭിമാനി ഭവ. നിങ്ങൾ ആത്മാക്കളെല്ലാം മെയിലാണ്, ഫീമെയിൽ അല്ല. നിങ്ങൾ ആത്മാവിൽ തന്നെയാണ് മുഴുവൻ പാർട്ടും അടങ്ങിയിട്ടുള്ളത്. നമ്മൾ എങ്ങനെ ദേഹി അഭിമാനി ആയിരിക്കട്ടെ എന്നതിൻ്റെ പ്രയത്നവും അഭ്യാസവും ഇപ്പോൾ ചെയ്യും. ഇത് തന്നെയാണ് ഉയർന്ന ലക്ഷ്യം. ഗീതം ഭാഗ്യം ഉണർത്തി വന്നിരിക്കുന്നു. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു. ആത്മീയ കുട്ടികൾ, അതായത് ജീവാത്മാക്കൾ പറഞ്ഞു, നമ്മൾ പുതിയ ലോകത്തിൻ്റെ ഭാഗ്യം, അതായത് സ്വർഗത്തിൻ്റെ ഭാഗ്യമുണ്ടാക്കി ആത്മീയ അച്ഛൻ്റെ അടുക്കൽ ഇരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ആത്മീയ അഭിമാനി, അതായത് ആത്മാഭിമാനി ആകേണ്ടതുണ്ട്. വലുതിലും വലിയ പ്രയത്നം ഇതാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാവായ ഞാൻ 84 ജന്മങ്ങളെ എടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കൂ. ചിലപ്പോൾ ബാരിസ്റ്റർ, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കുന്നു. ആത്മാവ് മെയിലാണ്. എല്ലാവരും ബ്രദേഴ്സാണ്, അല്ലാതെ സിസ്റ്റേഴ്സ് അല്ല. ആത്മാവ് പറയുന്നു, ഇത് എൻ്റെ ശരീരമാണ്. അപ്പോൾ ആ കണക്കനുസരിച്ച് ആത്മാവ് മെയിലാണ്, ഈ ശരീരം ഫീമെയിലായി. ഓരോ കാര്യത്തെയും നല്ല രീതിയിൽ മനസ്സിലാക്കണം. ബാബ വളരെ വിശാലവും മഹീന ബുദ്ധി ഉള്ളവരും ആക്കി മാറ്റുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ആത്മാവായ ഞാൻ 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. നല്ലതോ മോശമോ ആയ സംസ്കാരം ആത്മാവിലാണ് ഇരിക്കുന്നത്. ആ സംസ്കാരങ്ങൾ അനുസരിച്ച് ശരീരവും അങ്ങനെയുള്ളത് ലഭിക്കുന്നു. മുഴുവൻ ആധാരവും ആത്മാവിലാണ്. ഇത് വളരെ വലിയ പ്രയത്നമാണ്. ജന്മജന്മാന്തരങ്ങളായി ലൗകിക പിതാവിനെ ഓർമ്മിച്ചു. ഇപ്പോൾ പാരലൗകിക പിതാവിനെ ഓർമ്മിക്കണം. സ്വയം ഓരോ നിമിഷവും ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. ഞാൻ ആത്മാവ്, ഈ ശരീരം സ്വീകരിക്കുന്നു. ഇപ്പോൾ ആത്മാക്കളായ നമ്മളെ ബാബ പഠിപ്പിക്കുന്നു. ഇതാണ് ആത്മീയ ജ്ഞാനം. അത് ആത്മീയ പിതാവ് നൽകുന്നു. ഏറ്റവും ആദ്യത്തെ മുഖ്യമായ കാര്യമാണ് കുട്ടികൾ ദേഹി അഭിമാനി ആയിരിക്കണം. ദേഹി അഭിമാനി ആയിരിക്കുക, ഇത് വളരെ ഉയർന്ന ലക്ഷ്യമാണ്. ജ്ഞാനം ഉയർന്നതല്ല, ജ്ഞാനത്തിൽ പ്രയത്നമില്ല. സൃഷ്ടിചക്രത്തെ അറിയുക, ഇതാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും. ഉയർന്നതിലും ഉയർന്നത് ബാബയാണ്. പിന്നെയാണ് സൂക്ഷ്മവതനത്തിലെ ദേവതകൾ. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും മനുഷ്യ സൃഷ്ടിയിലാണ് നടക്കുന്നത്. മൂലവതനത്തിലോ സൂക്ഷ്മവതനത്തിലോ ഏതെങ്കിലും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഇല്ല. അതാകട്ടെ ശാന്തിധാമമാണ്. സത്യുഗമാണ് സുഖധാമം, കലിയുഗമാണ് ദുഃഖധാമം. ഇവിടെ രാവണ രാജ്യത്തിൽ ആർക്കും തന്നെ ശാന്തി ലഭിക്കില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചു. ഞാൻ ആത്മാവ് ശാന്തിധാമത്തിൽ വസിക്കുന്നവനാണ്. ഈ ഓർഗൻസ് കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയാണ്. കർമ്മം ചെയ്യാം, ചെയ്യാതിരിക്കാം. ഞാൻ ആത്മാവാണ്. എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. കർമ്മയോഗിയാണല്ലോ. കർമ്മവും തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. കർമ്മ സന്യാസി ഒരിക്കലും ആവുക സാധ്യമല്ല. ഈ സന്യാസിമാർക്കും പാർട്ടുണ്ട്. വീടും കുടുംബവും ഉപേക്ഷിച്ചു പോകുന്നു. ആഹാരം പാകം ചെയ്യുന്നില്ല. ഗൃഹസ്ഥികളുടെ അടുക്കൽ ഭിക്ഷ യാചിക്കുന്നു. എങ്കിലും ആ ഗൃഹസ്ഥികളുടെ അടുക്കൽ നിന്നാണല്ലോ കഴിക്കുന്നത്. വീടും കുടുംബവും ഉപേക്ഷിച്ചു. കർമ്മമെങ്കിലും ചെയ്യുന്നുണ്ട്. കർമ്മസന്യാസം ഉണ്ടാവുക സാധ്യമല്ല. കർമ്മസന്യാസം എന്നത് ആത്മാവ് ശാന്തിധാമത്തിൽ ഇരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അവിടെ കർമ്മേന്ദ്രിയങ്ങളെ ഇല്ല. അപ്പോൾ കർമ്മം എങ്ങനെ ചെയ്യും? ഇതിനെ കർമ്മക്ഷേത്രം എന്ന് പറയുന്നു.
കർമ്മക്ഷേത്രത്തിൽ എല്ലാവർക്കും വരേണ്ടി വരും. അതാണ് ശാന്തിധാമം അഥവാ മൂലവതനം. ബ്രഹ്മത്തിൽ ആത്മാവിന് ലയിക്കണം എന്നല്ല. ആത്മാക്കൾ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. പിന്നെ ഇവിടെ കർമ്മക്ഷേത്രത്തിൽ പാർട്ട് അഭിനയിക്കുവാനായി വരുന്നു. ഇതാണ് ഡീറ്റെയിലായ കാര്യങ്ങൾ. നട്ഷെല്ലിൽ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിക്കൂ, ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ഇതിനെ തന്നെയാണ് ഭാരതത്തിൻ്റെ പ്രാചീന യോഗം എന്ന് പറയുന്നത്. വാസ്തവത്തെ ഇതിനെ യോഗമെന്നല്ല ഓർമ്മമെന്നാണ് പറയേണ്ടത്. ഇതിൽ പ്രയത്നമുണ്ട്. യോഗിയാകുന്നത് വളരെ കുറവാണ്. യോഗത്തിൻ്റെ ശിക്ഷണം ആദ്യം ആവശ്യമാണ്, പിന്നീടാണ് ജ്ഞാനം. ഏറ്റവും ആദ്യത്തേതാണ് ബാബയുടെ ഓർമ്മ. ബാബ പറയുന്നു, ദേഹി അഭിമാനിയാകൂ. ഇതാണ് ആത്മീയ ഓർമ്മയുടെ യാത്ര, ജ്ഞാനത്തിൻ്റെ യാത്രയല്ല. ഇതിൽ വളരെയധികം പ്രയത്നിക്കേണ്ടി വരും. ചിലരാണെങ്കിൽ BK എന്ന് പറയുന്നുണ്ട്, പക്ഷേ ബാബയെ ഓർമ്മിക്കുന്നില്ല. ബാബ വന്ന് ബ്രഹ്മാവിലൂടെ കുട്ടികളായ നിങ്ങളെ ദേഹി അഭിമാനിയാക്കുന്നു. ഈ ഒന്ന് ദേഹാഭിമാനിയായിരുന്നു. ഇപ്പോൾ ദേഹി അഭിമാനി ആകുന്നതിൻ്റെ പുരുഷാർത്ഥം നടന്നുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവ് ഭഗവാനൊന്നുമല്ല. ഇവിടെയാണെങ്കിൽ സർവ മനുഷ്യരും പതീതമാണ്. പാവനവും ശ്രേഷ്ഠാചാര്യമായി ഒരാൾ പോലുമില്ല. ആത്മാവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പുണ്യാത്മാവ്, പാപാത്മാവ്. എൻ്റെ ആത്മാവിനെ ശല്യം ചെയ്യരുത് എന്ന് മനുഷ്യർ പറയുന്നു. എന്നാൽ ഞാൻ ആരാണ് എന്നത് മനസ്സിലാക്കുന്നില്ല. ചോദിക്കുന്നു, ഹേ ജീവാത്മാ, നിങ്ങൾ എന്ത് തൊഴിലാണ് ചെയ്യുന്നത്? അപ്പോൾ പറയും, ഞാൻ ആത്മാവ് ഈ ശരീരത്തിലൂടെ ഇന്ന തൊഴിൽ ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഈ നിശ്ചയം വരുത്തി ബാബയെ ഓർമ്മിക്കൂ. ഈ ആത്മീയ നോളജ് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ബാബ വന്ന് ദേഹി അഭിമാനി ആക്കുന്നു. ജ്ഞാനത്തിൽ ആരെങ്കിലും തീവ്രമായി പോകുന്നു എങ്കിൽ അവർ ഉറച്ച ദേഹി അഭിമാനിയായി എന്നല്ല. ആരാണോ ദേഹി അഭിമാനി അവർ ജ്ഞാനത്തെ നല്ല രീതിയിൽ ധാരണ ചെയ്യുന്നു. ബാക്കി ജ്ഞാനത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷേ ശിവബാബയുടെ ഓർമ്മ മറന്നു പോകുന്നു. അടിക്കടി സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഇതിൽ ജിന്നിനെ പോലെ ആകണം. ജിന്നിൻ്റെ കഥയുണ്ട്. ബാബയും ഈ ജോലി നൽകുന്നു, എന്നെ ഓർമ്മിക്കൂ, ഇല്ലെങ്കിൽ മായ നിങ്ങളെ ഭക്ഷിച്ചു കളയും. മായയാണ് ജിൻ. എത്ര ബാബയെ ഓർമ്മിക്കുമോ അത്രയും വികർമ്മം വിനാശമാകും. നിങ്ങൾക്ക് വളരെയധികം ആകർഷണം ഉണ്ടാകും. മായ തലകീഴാക്കി നിങ്ങളെ വളരെ കൊടുങ്കാറ്റിൽ കൊണ്ടുവരും. നമ്മൾ ആത്മാവ് ബാബയുടെ കുട്ടികളാണ് എന്നത് ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കണം. ഈ സന്തോഷത്തിലിരിക്കണം. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ മായ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നു. ഹാത്തും തൈയുടെ കളിയും കാണിക്കുന്നു. നാണയം ഇടുന്നതിലൂടെ അപ്രത്യക്ഷമാകുന്നു. അതായത് പ്രശ്നം തീരുന്നു. നിങ്ങളെയും മായ ശല്യം ചെയ്യില്ല. അഥവാ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുമെങ്കിൽ ഇതിൽ തന്നെയാണ് യുദ്ധം നടക്കുന്നത്. നിങ്ങൾ ഓർമ്മിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. എന്നാൽ മായ മൂക്കിന് പിടികൂടുന്നു. ഓർമ്മിക്കാൻ അനുവദിക്കുകയില്ല. നിങ്ങൾ വിവശരായി ഉറങ്ങിപ്പോകും. ഇത്രയും മായയോട് യുദ്ധം നടക്കും. ബാക്കി വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ആണെങ്കിൽ മോസ്റ്റ് സിമ്പിളാണ്. നിങ്ങളോട് ഓരോ നിമിഷവും പറയുന്നു, എപ്പോഴും മനസ്സിലാക്കൂ, ഇപ്പോൾ നമ്മുടെ 84 ജന്മം പൂർത്തിയായി. ഇപ്പോൾ നമ്മൾ ബാബയുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു. ഈ ഓർമ്മയിലിരിക്കുന്നത് തന്നെയാണ് പ്രയാസം. ബാക്കി ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുക പ്രയാസമല്ല. ഞാൻ വളരെ നന്നായി മനസ്സിലാക്കിച്ചു കൊടുക്കുന്നുണ്ട് എന്നത് പാടില്ല. അങ്ങനെ ആകരുത്. ഏറ്റവും ആദ്യത്തെ കാര്യം തന്നെ ഓർമ്മയുടേതാണ്. എക്സിബിഷനിൽ അനേകം പേർ വരുന്നു. ആദ്യം ഈ പാഠം പഠിപ്പിക്കണം.
സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിച്ച് ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകും. ആദ്യത്തെ ലെസൺ തന്നെ ഇതാണ് നൽകേണ്ടത്. ഭാരതത്തിൻ്റെ പ്രാചീന യോഗം ആർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. ബാബ എപ്പോഴാണോ വന്ന് പഠിപ്പിക്കുന്നത് അപ്പോഴാണ് പഠിക്കാൻ സാധിക്കുന്നത്. മനുഷ്യർക്ക് മനുഷ്യരെ രാജയോഗം പഠിപ്പിക്കാൻ സാധിക്കില്ല, ഇമ്പോസിബിളാണ്. സത്യയുഗത്തിലാണെങ്കിൽ പാവനം തന്നെയാണ്. അവിടെയാണെങ്കിൽ പ്രാപ്തി അനുഭവിക്കുന്നു. അവിടെ ജ്ഞാന അജ്ഞാനത്തിൻ്റെ കാര്യമേ ഇല്ല. ഭക്തിമാർഗത്തിലാണെങ്കിൽ ബാബയെ വിളിക്കുന്നു, വന്ന് ദുഃഖം ഹരിച്ച് സുഖം നൽകൂ എന്ന്. സത്യയുഗത്തിലും ത്രേതയിലും ഏതെങ്കിലും ഗുരു ഗോസായി ഒന്നുമില്ല. അവിടെയാണെങ്കിൽ സദ്ഗതി നേടിക്കഴിഞ്ഞു. സദ്ഗതിയുടെ സമ്പത്ത് 21 ജന്മത്തേക്ക് നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. 21 തലമുറയ്ക്ക്. ബ്രഹ്മകുമാരി എന്നാൽ 21 തലമുറയെ ഉദ്ധരിക്കുന്നവർ എന്ന് പറയുന്നു. ഇത് ഭാരതത്തിൽ തന്നെയാണ് പാഠപ്പെട്ടിട്ടുള്ളത്. ഭാരതത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് 21 ജന്മത്തേക്കുള്ള സമ്പത്ത് ലഭിക്കുന്നത്. അവിടെ നിങ്ങൾ ഒരേ ഒരു ദേവി ദേവതാ ധർമ്മത്തിലുള്ളവർ ആയിരിക്കും. രണ്ടാമതൊരു ധർമ്മം ഉണ്ടായിരിക്കില്ല. ബാബ വന്ന് നിങ്ങളെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. പവിത്രമാകാതെ നമുക്ക് എങ്ങനെ തിരിച്ചു പോകാൻ സാധിക്കും? ഇവിടെയാണെങ്കിൽ എല്ലാവരും വികാരിയും പതീതവുമാണ്. ഏതെല്ലാം ധർമ്മസ്ഥാപകരുണ്ടോ അവർ പിന്നെ പാലന ചെയ്യുന്നു. അവരുടെ ധർമ്മത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തിരികെ ആർക്കും തന്നെ പോകാൻ സാധിക്കില്ല. ഒരു ആക്ടറിന് പോലും തിരിച്ചു പോകാൻ സാധിക്കില്ല. സർവർക്കും സദോ പ്രധാനം, സദോ രജോ തമോയിലേക്ക് വരിക തന്നെ വേണം. ബ്രഹ്മാവിനെ കുറിച്ചും പറയുന്നുണ്ട്, ബ്രഹ്മാവിൻ്റെ പകൽ, ബ്രഹ്മാവിൻ്റെ രാത്രി എന്ന്. എങ്കിൽ സൃഷ്ടിയിൽ ബ്രഹ്മാവ് ഒറ്റയ്ക്കായിരിക്കുമോ ഉണ്ടാകുന്നത്? ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണ കുലത്തിലേതായിരിക്കുന്നു. നിങ്ങൾ രാത്രിയിലായിരുന്നു, ഇപ്പോൾ പകലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര സമയം പൂജ്യ അവസ്ഥയിൽ ഇരിക്കുന്നു, എത്ര സമയം പൂജാരിയാകുന്നു എന്നത് മനസ്സിലാക്കിച്ചു തന്നു. ബാബ വരാത്തത് വരെയും ആർക്കും ഭ്രഷ്ടാചാരിയിൽ നിന്നും ശ്രേഷ്ഠാചാരിയാകുവാൻ സാധിക്കില്ല. ഭ്രഷ്ടാചാരി എന്ന് പറയുന്നത് വികാരത്തിലൂടെ ജനിക്കുന്നവരെയാണ്. അതിനാൽ ഇതിനെ ഹെൽ എന്ന് പറയുന്നു. ഹെല്ലിലും ഹെവനിലും രണ്ടിലും അഥവാ ദുഃഖം ഉണ്ട് എങ്കിൽ പിന്നെ അതിനെ ഹെവൻ എന്ന് പറയുവാനേ കഴിയില്ല. പൂർണ്ണമായി മനസ്സിലാക്കാത്തത് വരെയും തലകീഴായ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം, ഭാരതം വളരെ ഉയർന്നതായിരുന്നു. ഏതുപോലെ ഈശ്വരൻ്റെ മഹിമ അപാരമാണ്, അതേപോലെ ഭാരതത്തിൻ്റെ മഹിമ അപാരമാണ്. ഭാരതം എന്തായിരുന്നു? ഇങ്ങനെ ആരാണാക്കിയത്? ആരുടെ മഹിമയാണോ പാടുന്നത്? ആ ബാബ തന്നെയാണ് വന്ന് കുട്ടികളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. മനുഷ്യരെ ദുർഗതിയിൽ നിന്നും സദ്ഗതിയിലേക്ക് കൊണ്ടുപോകുന്നു, ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുവേണ്ടി തന്നെയാണ് മനുഷ്യർ പുരുഷാർത്ഥം ചെയ്യുന്നത്. അതിന് സ്ഥിരമായ സുഖം, സ്ഥിരമായ ശാന്തി, സ്ഥിരമായ പവിത്രത എന്ന് പറയുന്നു. അവിടെ നിങ്ങൾ സുഖത്തിലുമാണ്, ശാന്തിയിലുമാണ്. മറ്റാത്മാക്കൾ ശാന്തിയിലിരിക്കുന്നു. മാക്സിമം ജന്മങ്ങൾ നിങ്ങളാണ് എടുക്കുന്നത്. ബാക്കി മിനിമം ഉള്ളവർ സ്ഥിരമായ ശാന്തിയിലിരിക്കുന്നു. അവർ കൊതുകുകളെ പോലെ വന്നു ഒരു ജന്മമോ പകുതി ജന്മമോ പാർട്ട് അഭിനയിച്ചു. ഇതെന്തായി? അതിനൊരു മൂല്യവുമില്ല. കൊതുകുകൾക്ക് എന്ത് മൂല്യമുണ്ട്? രാത്രിയിൽ ജനിക്കുന്നു, രാത്രിയിൽ തന്നെ മരിച്ചു പോകുന്നു. ഈ സമയം വളരെ പേർ ശാന്തി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ സമയത്തെ ഗുരുക്കന്മാർ ശാന്തിയിലേക്ക് പോകുന്നവരാണ്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു സ്വർഗവാസി ആകുന്നതിനു വേണ്ടി. സ്വർഗവാസികളെ ശാന്തിവാസി എന്ന് പറയില്ല. ശാന്തിവാസി എന്ന് നിരാകാരി ലോകത്തെയാണ് പറയുന്നത്. മുക്തി എന്ന വാക്ക് ഗുരുക്കന്മാരിൽ നിന്നും പഠിക്കുന്നു.
മാതാക്കൾ വ്രതം എടുക്കുന്നു വൈകുണ്ഠപുരിയിലേക്ക് പോകുന്നതിന് വേണ്ടി. ആരെങ്കിലും മരിക്കുകയാണെങ്കിലും പറയുന്നു സ്വർഗവാസിയായി. ആരും ആകുന്നില്ല, എന്നാൽ ഭാരതവാസികൾ ഹെവനിനെ അംഗീകരിക്കുന്നു. ഭാരതം പാരഡൈസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ശിവ് ബാബ ഭാരതത്തിൽ തന്നെയാണ് വന്ന് സ്വർഗം രചിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇവിടെ തന്നെ രചിക്കും, സ്വർഗത്തിൽ വരില്ല. ഞാൻ വരുന്നത് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും സംഗമത്തിലാണ് എന്ന് പറയുന്നു. കൽപ്പകൽപ്പങ്ങളിലെ സംഗമത്തിൽ വരുന്നു. അവർ പിന്നെ യുഗേ യുഗേ എന്നെഴുതിയിരിക്കുന്നു. കൽപ്പം എന്ന വാക്ക് മറന്നുപോയി. ഇങ്ങനെയും കളി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും അതുതന്നെ റിപ്പീറ്റ് ആകും. ഈ അന്തിമ ജന്മത്തിൽ നിങ്ങൾ ബാബയെയും സൃഷ്ടിചക്രത്തെയും അറിയുന്നു. എങ്ങനെ സ്ഥാപന നടക്കുന്നു എന്നത് നമ്പർ വൈസായി ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്. ഈ മുഴുവൻ കളിയും ഭാരതവാസികളായ നിങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ബാബയിലൂടെ രാജയോഗം പഠിക്കുന്നു. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് രാജ്യം നേടുന്നത്. ചിത്രങ്ങളുമുണ്ടല്ലോ. ഈ എല്ലാ ചിത്രങ്ങളും ആരാണ് ഉണ്ടാക്കിച്ചത്? ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഗുരുവോ സന്യാസിയോ ഒന്നുമില്ല. അഥവാ ഏതെങ്കിലും ഗുരു ഉണ്ടായിരുന്നു എങ്കിൽ ഗുരുവിന് ഒരു ശിഷ്യനല്ലല്ലോ ഉണ്ടായിരിക്കുക, അനേകം പേരുണ്ടാകുമല്ലോ. ഈ നോളജ് ഒരു ബാബയ്ക്കല്ലാതെ മറ്റാർക്കും അറിയാൻ കഴിയില്ല. വളരെ പേർ ചോദിക്കുന്നു, ഈ ചിത്രങ്ങൾ നിങ്ങളുടെ ദാദയാണോ ഉണ്ടാക്കിച്ചത്? ഇത് ബാബ ദിവ്യദൃഷ്ടിയിലൂടെ സാക്ഷാത്കാരം കാണിച്ചു തന്നതാണ്. വൈകുണ്ഠത്തിൻ്റെയും സാക്ഷാത്കാരം കാണിച്ചു. അവിടെ എങ്ങനെയാണ് സ്കൂൾ നടക്കുന്നത്, എന്ത് ഭാഷയാണുള്ളത്, എല്ലാ സാക്ഷാത്കാരവും കണ്ടു. കുട്ടികൾ ഭട്ടിയിലായിരുന്നു. അപ്പോൾ ബാബ കുട്ടികളെ രസിപ്പിക്കുമായിരുന്നു. കറാച്ചിയിലും കേവലം നിങ്ങൾ പ്രത്യേകമാണ് കഴിഞ്ഞിരുന്നത്. സ്വന്തം രാജധാനി പോലെയായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ മറ്റാർക്കും മനസ്സിലാവുക സാധ്യമല്ല. ഇത് ഖുദാപ്രസ്ത്, ഈശ്വരൻ്റെ ഇടമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, നിങ്ങളാണ് നൺസ്, നൺ ബട്ട് വൺ. ഒരു ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കരുത്. ആ നൺസ് ക്രൈസ്റ്റിനെ തന്നെയാണ് അറിയുന്നത്, ക്രൈസ്റ്റിനെ അല്ലാതെ മറ്റാരെയുമല്ല. നിങ്ങൾക്കറിയാം, സമ്പത്ത് ഒരു ശിവബാബയിൽ നിന്നും ലഭിക്കുന്നു. ശിവബാബയാണെങ്കിൽ ബിന്ദുവാണ്. ആ ഒന്ന് ആരിലൂടെയെങ്കിലും ആയിരിക്കുമല്ലോ മനസ്സിലാക്കിക്കുന്നത്. പ്രജാപിത ബ്രഹ്മാവ് തീർച്ചയായും ഇവിടെ ഉണ്ടാകും. ബാബു പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മത്തിൽ പതീത ശരീരത്തിൽ പ്രവേശിക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ജ്ഞാനത്തെ നല്ല രീതിയിൽ ധാരണ ചെയ്ത് ദേഹി അഭിമാനിയാകണം. ഇതാണ് പ്രയത്നം. ഇത് ഉയർന്ന ലക്ഷ്യമാണ്. ഈ പ്രയത്നത്തിലൂടെ ആത്മാവിനെ സദോ പ്രധാനമാക്കണം. ജിന്നായി ഓർമ്മയുടെ യാത്ര ചെയ്യണം. മായ എത്ര തന്നെ വിഘ്നമിട്ടാലും നാവിൽ നാണയം ഇടണം. മായ കാരണം അലോസരപ്പെടരുത്. ഒന്നിൻ്റെ ഓർമ്മയിലിരുന്ന് കൊടുങ്കാറ്റുകളെ നീക്കം ചെയ്യണം. വരദാനം: സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴും സാധനയെ തൻ്റെ ആധാരമാക്കി മാറ്റുന്ന സിദ്ധി സ്വരൂപമായി ഭവിക്കട്ടെ. പഴയ ലോകത്തിലെ ഏതെങ്കിലും ആകർഷണീയമായ ദൃശ്യമോ അല്പകാല സുഖത്തിൻ്റെ സാധനങ്ങളോ ഉപയോഗിക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ ആ സാധനങ്ങൾക്ക് വശംവദരായി പോകുന്നു. സാധനങ്ങളുടെ ആധാരത്തിലുള്ള സാധന മണലിൻ്റെ ഫൗണ്ടേഷൻ്റെ മേലുള്ള ബിൽഡിംഗ് പോലെയാണ്. അതിനാൽ ഏതെങ്കിലും വിനാശി സാധനങ്ങളുടെ ആധാരത്തിൽ ആയിരിക്കരുത്
അവിനാശിയായ സാധന. സാധനങ്ങൾ നിമിത്തം മാത്രമാണ്. സാധനയാണ് നിർമ്മാണത്തിൻ്റെ ആധാരം. അതിനാൽ സാധനയ്ക്ക് മഹത്വം നൽകൂ. അപ്പോൾ സാധന സിദ്ധി പ്രാപ്തമാക്കിക്കും. സ്ലോഗൻ: ഏതെങ്കിലും ദൗർബല്യത്തിൻ്റെ അംശം ഉണ്ട് എങ്കിൽ വംശത്തെ ജനിപ്പിക്കും, പരവശമാക്കി മാറ്റുകയും ചെയ്യും. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. ബുദ്ധിയെ ഒരു ലക്ഷ്യസ്ഥാനത്ത് നിലനിർത്തുന്നതിൻ്റെ ഏതൊരു യുക്തി ലഭിച്ചിട്ടുണ്ടോ അത് സ്മൃതിയിൽ വയ്ക്കൂ. കുലുങ്ങുവാൻ അനുവദിക്കരുത്. ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും വേറിട്ടവരായി മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വിമാനത്തിലൂടെ സെക്കൻഡിൽ ആകാരി സ്ഥിതിയും നിരാകാരി സ്ഥിതിയും അനുഭവിക്കൂ. ബുദ്ധിയെ കുലുങ്ങാൻ അനുവദിക്കരുത്. അല്ലാത്ത പക്ഷം യുദ്ധത്തിൽ സമയം വളരെയധികം വ്യർത്ഥമായി പോകും. ഏതുപോലെ തപസ്വി സദാ ആസനത്തിൽ ഇരിക്കുന്നു, അതേപോലെ തൻ്റെ ഏകരസ സ്ഥിതിയുടെ ആസനത്തിൽ വിരാജിക്കൂ. അപ്പോൾ ഭാവിയിൽ സിംഹാസനം ലഭിക്കും. ഓം ശാന്തി. മെഡിറ്റേഷൻ. ശുദ്ധ സ്വരൂപമായ ആത്മചൈതന്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ സ്ഥിരമാക്കുന്നു. മസ്തക മധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സ് സ്ഥിരമാകുമ്പോൾ അജ്ഞാനത്തിൻ്റെ ആവരണത്താൽ മറഞ്ഞിരുന്ന ആത്മാനുഭവം എന്നിൽ ഉദയം ചെയ്യുന്നു. ശാന്തിയും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ സ്വാഭാവിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ജീവിതത്തെ ആത്യന്തികമായ ധന്യതയിൽ എത്തിക്കുന്ന പരമാത്മാ സംഘത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവത്തിനായി പരമാത്മാവിൻ്റെ സമീപത്ത് മനസ്സുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. സർവ ദുഃഖങ്ങളെയും ഹരിക്കുന്ന സർവ സൗഭാഗ്യങ്ങളും നേടിത്തരുന്ന ശിവ സാന്നിധ്യത്തിൻ്റെ മംഗളദായി അനുഭവത്തിൽ ഞാൻ ലീനമാകുന്നു. ഈ പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ അതിരറ്റ ആനന്ദം അനുഭവിക്കുമ്പോൾ മനസ്സിലെ എല്ലാ
ഭയവും ശോകവും ഒഴിഞ്ഞു പോകുന്നു. ഈ അതിശ്രേഷ്ഠ പരമാത്മാ സംഘം എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു, എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു, എൻ്റെ സംസ്കാരങ്ങളെ ദിവ്യവും അതിശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു. ഈശ്വര സാമീപ്യത്തിൻ്റെ മധുരമായ സുഖവും ആനന്ദവും നുകർന്നുകൊണ്ട് ശാന്തവും സുഖമയവും സ്നേഹസമ്പന്നവും ശക്തിസമ്പന്നവുമായ സ്ഥിതി കൈവരിച്ച് ഭൃഗുടി മധ്യത്തിലേക്ക് ഞാൻ അവതരിക്കുന്നു.